എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നാടൻ കറിയുടെ റെസിപ്പി ആയിട്ട് വന്നത് കേട്ടോ. നമുക്ക് നമ്മുടെ മാങ്ങയൊക്കെ ഇട്ടിട്ട് നല്ലൊരു ഉണക്കമീൻ കറിയാണ്, ഉണക്കമുള്ളനാണ് കറി ഉണ്ടാക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഞാൻ ഇത് ഒരു 7 ഉണക്കമുള്ളനുണ്ടാവും കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ സൈഡിലതും വാലും ഒക്കെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ കറി നല്ല നാടൻ രുചിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചോറിനും ചപ്പാത്തിക്കും ദോശക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി കറിയാണ്. നമ്മുടെ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് അത് ഓരോന്നായിട്ട് എടുത്തിട്ട് ഞാൻ കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. സൈഡൊക്കെ കട്ട് ചെയ്ത് പിന്നെ അതിൻ്റെ വാല് നമുക്ക് മുറിച്ചെടുത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ ആ സൈഡിലുണ്ടാവുമല്ലോ, അതിൻ്റെ ഉള്ളിലുള്ള കച്ചറയൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം ഇതാക്കാൻ വേണ്ടി സൈഡൊന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിലൂടെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കത്രികേൻ്റെ ഒരറ്റം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതുപോലെ ഞാനൊന്നും കൂടെ കാണിച്ചില്ല കേട്ടോ. അതായത് ഇതുപോലെ വാലും സൈഡൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ സൈഡ് ഉണ്ടാവുമല്ലോ തലേൻ്റെ അടിഭാഗം, അപ്പോൾ അവിടെ ചെറുങ്ങനെ ഒന്ന് മുറിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഞാൻ ഈ കത്രികേൻ്റെ മുന വെച്ചിട്ട് തന്നെയാണ് ഞാനത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ അറ്റം വെച്ചിട്ടാണ് അതൊന്ന് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് പുറത്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതാ കണ്ടില്ലേ, അതിൻ്റെ കച്ചറയൊക്കെ നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് തല വേണ്ടെങ്കിൽ പിന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ ഇടികല്ലിൽ ഇടിച്ചെടുത്തിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് തല വേണ്ടാത്തവർ ഇങ്ങനെയും ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ തലയുടെ അടിഭാഗത്ത് നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കത്രിക വെച്ചിട്ട് തന്നെ അങ്ങനെ അതിൻ്റെ അറ്റം വിട്ടിട്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇടികല്ലിൽ ഇടിച്ചാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വറുത്തിട്ടാണ് ഇടിക്കുന്നത്. അപ്പോൾ വറുക്കുമ്പോൾ അതിൻ്റെ തലയും ഒക്കെ ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. നല്ല ഒരു ഉണക്കമീൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാകും കേട്ടോ. ഇത് ഞാനിതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ച വെള്ളം വന്നിട്ട് കേട്ടോ, സാധാരണ വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നമുക്ക് ഈ ഉണക്കമീനൊക്കെ അതിലേക്ക് ക്ലീൻ ചെയ്ത ഉണക്കമീനൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്ന് വെച്ചാൽ അതിൽ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഉണക്കി കൊണ്ടിരുന്നതെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ അത് വെള്ളത്തിൽ നിന്ന് കുറച്ച് സമയം കുതിർത്ത് വെച്ചാൽ അതിൻ്റെ എന്താ പറയുക എന്തെങ്കിലും കച്ചറകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കിട്ടാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് നമുക്ക് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ ഇട്ടാണ് ഇത് വെക്കുന്നത്. കൂടുതൽ പുളിയൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഒരു മാങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിത് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കെല്ലാം കൂടിയിട്ട് ഈ മൺചട്ടിയിലൊന്ന് ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമല്ലോ. നമ്മൾ നാടൻ കറി ആയാലും ഉണക്കമീനായാലും മീൻ കറി എല്ലാം ആയാലും മൺചട്ടിയിലാകുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് നിങ്ങളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ, ഒരു ഗ്ലാസ്സിൽ കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഇതൊക്കെ നല്ല പോലെ ഉണക്കമീനൊക്കെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് നല്ല പോലെ ഉരച്ച് കഴുകിയെടുക്കാം. ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. നല്ല എന്താ പറയുക, വറുത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ജാർ എടുക്കാം. മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ അരച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ
ജീരകം ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അരച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഇച്ചിരിയും കൂടെ ഒന്ന് മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, പകുതിയെ വെന്തുള്ളൂ കേട്ടോ. ഇച്ചിരിയും കൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണം. ഇച്ചിരി ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ മാങ്ങ. ഇനി കുറച്ചും കൂടെ ഒരു 5 മിനിറ്റും കൂടെ വെച്ചാൽ നല്ല പോലെ വെന്ത് കിട്ടും. ആ സമയം നമുക്ക് ഞാനൊരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുള്ളനുണ്ടല്ലോ, ഉണക്ക മുള്ളൻ വറുത്തെടുക്കാം കേട്ടോ. നമുക്ക് കുറച്ച് ഓരോന്നായി ഇട്ടിട്ട് വറുത്തെടുത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇത് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഇട്ടിട്ട് വറുത്തെടുക്കുന്നത്. നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് വറുത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ സവാളയല്ല കേട്ടോ, ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിയും മാങ്ങയും തക്കാളിയും ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു കയ്യിലെടുത്തിട്ട് നമ്മൾ നല്ല പോലെ ഒന്ന് ഉടച്ചു കൊടുത്ത് പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, നല്ല പോലെ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ കഴുകി വെട്ടി അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോ ആൾക്കാർക്കും ഓരോ രീതിയിൽ, ഇച്ചിരി വെള്ളം കൂടി വേണ്ടുന്നവർക്ക് കുറച്ച് അധികം എടുത്തെടുക്കാം. ഇച്ചിരി കട്ടിയായിട്ട് കറി വേണ്ടുന്നവർക്ക് ഇച്ചിരി കുറച്ചെടുക്കാം. ഞാൻ ആ സമയം കുറച്ച് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഉണക്കമുള്ളനും ആ സമയമാകുമ്പോഴേക്കെല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ഫ്രൈ ആവണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ച ചുവയായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല പോലെ ഫ്രൈ ആയി വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്ന് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്കതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഉണക്കമുള്ളൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഒരു ഇടികല്ലിൽ വെച്ചിട്ട് കുറച്ച് എല്ലാം എടുത്തിട്ട് ഇടിക്കണ്ട കേട്ടോ, കുറച്ചെടുത്തിട്ട് ഒരു 3-4 എടുത്തിട്ട് ഇടിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ കല്ലെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇടിച്ചിട്ട് നല്ലൊരു പ്രത്യേക ഒരു ചൊയ തന്നെ ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതുപോലെ നമുക്ക് ഇടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ ചൂടോടെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു പ്രത്യേക ഒരു സ്മെല്ലും ആയിരിക്കും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഇങ്ങനെ കറി വെച്ചാൽ കഴിക്കാനൊക്കെ. അപ്പം ഞാൻ അതുപോലെ ഇട്ട് കൊടുത്തു. ഇനി ബാക്കി വന്ന മുള്ളൻ നമുക്ക് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. നല്ല കറി കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ടാ. നമ്മൾ ഉണക്കമുള്ളൻ ഇടിച്ച ഉണക്കമുള്ളൻ കറിയാണ്. ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു കരണ്ടിയിൽ കുറച്ച് ചെറിയുള്ളിയല്ല, സവാള, ചെറിയ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വെളിച്ചെണ്ണയിലാക്കുമ്പോൾ പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടാവും. നമുക്കിനി അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല നാടൻ കറിയാണ്. പറഞ്ഞില്ലേ, ഉണക്കമുള്ളൻ അമ്മിയിലിടിച്ചിട്ടുള്ള നല്ലൊരു കറിയാണ് കേട്ടോ. പഴയ രുചിയാണ് കേട്ടോ. അമ്മമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന കറിയാണ്. എല്ലാവരും കണ്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ബൈ, താങ്ക്സ് ഫോർ